ഹലോ ഫ്രണ്ട്സ്, നിരവധി പേർ എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ജി സ്പോട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല, യഥാർത്ഥത്തിൽ ഇത് ഉണ്ടോ എന്നെല്ലാം. ഈ ജി സ്പോട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ മനു, സെക്സ് തെറാപ്പിസ്റ്റാണ്. താന്ത്രിക് സെക്സിൽ റിസർച്ചും നടത്തുന്നു. ജി സ്പോട്ട് ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നോക്കാം. ഇത് വെറും കെട്ടുകഥയാണോ അതോ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ജനങ്ങളിലേക്ക് സെക്സിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ദയവായി ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ അമർത്തൂ. 1950 ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനും ഫിസിഷ്യനുമായ ഏണസ്റ്റ് ഗ്രാഫൻബർഗ് എന്ന വ്യക്തിയാണ് വജൈനയ്ക്കുള്ളിൽ വളരെ സെൻസിറ്റീവായ ഒരു ഭാഗമുണ്ടെന്ന് പറഞ്ഞത്. ഇതിന്റെ സ്ഥാനം പറയുന്നത് വജൈനയ്ക്കുള്ളിലെ ആന്റീരിയോ വാൾ അഥവാ വജൈനയുടെ മുകൾ ഭാഗത്തായാണ്. ഇതിനെയാണ് നമ്മൾ ഗ്രാഫൻബർഗ് സ്പോട്ട് അല്ലെങ്കിൽ ജി സ്പോട്ട് എന്നെല്ലാം വിളിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിരവധി ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശാസ്ത്രലോകത്തിന് ഇങ്ങനെയൊരു ജി സ്പോട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ഡോക്ടർമാരും സയന്റിസ്റ്റുകളും ജി സ്പോട്ട് ഇല്ല എന്ന് വാദിക്കുന്നു. എന്നാൽ ചില ശാസ്ത്രജ്ഞന്മാർ ജി സ്പോട്ട് ഉണ്ട് എന്നും വാദിക്കുന്നു. വജൈനയുടെ മോൾഭാഗം ഉത്തേജിക്കപ്പെടുമ്പോൾ ലൈംഗികപരമായി സുഖം അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് ഈ ഭാഗം ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ രതിമൂർച്ച അല്ലെങ്കിൽ ഓർഗാസം അനുഭവപ്പെടും. എന്നാൽ ചില സ്ത്രീകൾക്കാവട്ടെ ഇവിടെ സ്പർശിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നാറില്ല. ഇനി ജി സ്പോട്ടിന്റെ സ്ഥാനം യഥാർത്ഥത്തിൽ എവിടെയാണെന്ന് നോക്കാം. ഇത് കണ്ടെത്താനായി ഒരു വിരലോ അല്ലെങ്കിൽ 2 വിരലോ വജൈനയുടെ ഉള്ളിലേക്ക് കടത്തുക. അതായത് നമ്മുടെ വിരലിന്റെ രണ്ടാമത്തെ മുട്ട് അല്ലെങ്കിൽ ഏകദേശം 5 മുതൽ 8 സെന്റിമീറ്റർ വരെ ഉള്ളിലേക്ക് കടത്തി യോനിയുടെ മുകൾ ഭാഗത്ത് തടവി നോക്കുക. അപ്പോൾ നമ്മുടെ വായയുടെ ഉള്ളിലെ മുകൾ ഭാഗം പോലെ ഇത് അനുഭവപ്പെടും. ആ ഭാഗം ഉത്തേജിപ്പിക്കുമ്പോൾ ചെറുതായി വീർക്കുകയും കുറച്ച് ദൃഢമാവുകയും ചെയ്യും. ഈ ഭാഗത്തെയാണ് ജി സ്പോട്ട് എന്ന് പറയുന്നത്. എന്നാൽ എന്തായിരിക്കും വജൈനൽ കനാലിൽ മറ്റു ഭാഗങ്ങളെ പോലെയല്ലാതെ ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നോക്കാം. ജി സ്പോട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഏരിയയുടെ പേരാണ് ക്ലിറ്ററൽ യുറീത്രൽ വജൈനൽ കോംപ്ലക്സ്. ഈ ഭാഗത്താണ് ക്ലിറ്റോറിസ്, യുറീത്ര, വജൈന തുടങ്ങിയവ ചേരുന്നത്. ക്ലിറ്റോറിസിന്റെ ചെറിയ ഭാഗമായ ക്ലിറ്ററൽ ഗ്ലാൻഡാണ് നമ്മുടെ യോനിയുടെ മുകൾ ഭാഗത്തായി നമ്മൾ പുറത്തേക്ക് കാണുന്നത്. എന്നാൽ ഈ ക്ലിറ്റോറിസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടനയാണ്. ഇത് വജൈനയെ ചുറ്റി ശരീരത്തിന്റെ ഉൾഭാഗത്തായാണ് നിലകൊള്ളുന്നത്. അതുകൂടാതെ യുറീത്ര അഥവാ മൂത്രനാളി, കൂടാതെ വജൈന ഇവയെല്ലാം സംഗമിക്കുന്ന സ്ഥലമാണ് ക്ലിറ്ററൽ യുറീത്രൽ വജൈനൽ കോംപ്ലക്സ്. ഈ ഭാഗത്ത് ധാരാളം നെർവ് എൻഡിങ്സ് ഉണ്ട്. അതാണ് ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ സുഖം അനുഭവപ്പെടുന്നത്. യുറീത്ര അഥവാ മൂത്രനാളിയെ ചുറ്റി യുറീത്രൽ സ്പോഞ്ചാണുള്ളത്. അത് വളരെ പതുപതുത്ത ടിഷ്യൂ കൊണ്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ വജൈനയുടെ മുകൾ ഭാഗത്തോട് ചേർന്നാണ് യുറീത്രയുള്ളത്. അതാണ് ഈ ഭാഗം ജി സ്പോട്ടായി പറയുന്നതിനെ ശാസ്ത്രലോകം എതിർക്കുന്നത്. തീർച്ചയായും വജൈനയ്ക്കുള്ളിൽ സ്ത്രീകൾക്ക് സുഖം പകരാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. സ്ത്രീകളെ സെക്സിൽ ശക്തിപ്പെടുത്തുക, കൂടാതെ എളുപ്പത്തിൽ ഉത്തേജനം ലഭിക്കാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജി സ്പോട്ടിനെ അവതരിപ്പിച്ചതെങ്കിലും അതിപ്പോൾ വലിയൊരു പ്രശ്നമായി സ്ത്രീകളിൽ മാറാൻ തുടങ്ങി. എല്ലാവരും തൻ്റെ യോനിയിലെ ജി സ്പോട്ടിന്റെ സ്ഥാനം കണ്ടെത്താനായി തുടങ്ങി. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ജി സ്പോട്ടിന്റെ സ്ഥാനവും അത് യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്നതുമെല്ലാം ഓരോ സ്ത്രീകളിലും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ വജൈനയും വ്യത്യാസമായിരിക്കും. ഇതാണ് ചില സ്ത്രീകളിൽ ഇവിടെ സ്പർശിക്കുമ്പോൾ സുഖം അനുഭവപ്പെടുന്നതും മറ്റു ചില സ്ത്രീകൾക്ക് ഇങ്ങനെയൊന്നും തോന്നാത്തതും. ഇങ്ങനെയൊന്നും തോന്നുന്നില്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമായൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ലൈംഗികതയുടെ കാര്യത്തിൽ നമ്മൾ ഓരോ വ്യക്തികളും പല പല മഞ്ഞുതുള്ളികൾ പോലെയാണെന്ന് പറയാം. ഓരോരുത്തരുടെയും ലൈംഗികത വ്യത്യസ്തമാണ്. അതായത് ഈ ജി സ്പോട്ട് അല്ലെങ്കിൽ ഈ സ്ഥാനം പ്രതികരിക്കുന്നത് ഓരോ സ്ത്രീകളിലും വ്യത്യസ്തമായിട്ടായിരിക്കും. കൂടാതെ മിക്ക സ്ത്രീകളിലും ഇത് അത്ര വലിയ സുഖം പകരാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ജി സ്പോട്ട് കണ്ടെത്തിയാൽ തനിക്ക് കൂടുതലായി ലൈംഗിക സുഖം അനുഭവപ്പെടും എന്ന് ആരും വിചാരിക്കേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ജി സ്പോട്ട് അല്ലെങ്കിൽ ഈ ഒരു മാജിക്കൽ ഏരിയ എന്ന ഒരു സാധനം ഇല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത്. ക്ലിറ്ററൽ യുറീത്രൽ വജൈനൽ കോംപ്ലക്സ് എന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ധാരാളം നെർവ് എൻഡിങ്സ് ഉണ്ട്. അവിടെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അനുഭവപ്പെടും എന്നതാണ് ശരി. സ്ത്രീകളുടെ ലൈംഗികതയിൽ ശാസ്ത്രത്തിന് ഇന്നും കണ്ടെത്താനാവാത്ത നിരവധി കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ തന്നെ റിസർച്ച് നടത്തി എങ്ങനെ ലൈംഗികത ആസ്വദിക്കാമെന്ന് നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. നല്ല രീതിയിലുള്ള സ്വയംഭോഗം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ ലൈംഗിക സുഖം പകരുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.